ഓ എടുക്കട്ടെ മോളെ. മക്കളി ഇതേ കരിമീന്റെ കുഞ്ഞാട്ടോ. ശരിക്കും കരിമീൻ ഇച്ചിരി കൂടി വലുതായിരിക്കും. കയ്യിൽ മുള്ളു കൊള്ളാതെ പതുക്കെ തിന്ന്. നീ തന്നെ തിന്നത് മുഴുവൻ. അവിടെ ഇനി വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്നോ പൊന്നെ ഒരു കരിമീൻ ഇത് സൂപ്പർ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ ഞാൻ തന്നെ. എനിക്ക് വേണ്ട. ഇഷ്ടപ്പെട്ടാ? അമ്മ അവിടെ ഇതെപ്പിറങ്ങി? ചോറ് എടുക്കട്ടെ? ഞാൻ കഴിക്കാം. മക്കള് കഴിക്കാം. സൂപ്പർ സൂപ്പർ അല്ലേ? ഇത് കരിമീനാണോ? ഇത് കരിമീനല്ലല്ലോ, ഇത് തിലോപ്പിയല്ലേ? ആ മീൻ തന്നെ. എനിക്ക് ഇത് അയ്യോ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചോണ്ടെന്ന കരിമീൻ. എന്റെ പൊന്നും നിന്നെ പറ്റിച്ചതാണ്. എന്താടി കണ്ണ് കവളും കാണിക്കുന്നത്? നീ എന്തോ ഇങ്ങനെ എന്തോന്ന്? കരിമീനാണെന്ന് പറയാം. മക്കളെ നിന്നെ പറ്റിച്ചതാണിത്. ഇത് കരിമീനല്ല. അമ്മമ്മക്ക് കരിമീൻ കണ്ടറിഞ്ഞൂടെ? എന്തിനാണ് കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? അതിന് പോട്ട് മക്കൾ കഴിക്കുക. പറ്റിച്ചതെന്ന് പറഞ്ഞാ കരിമീനും ബിലോപ്പിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. വ്യത്യാസം ഇല്ലയോ? ഇപ്പൊ ഞാൻ ഈ കരിമീൻ എവിടെ പോകാൻ? അവള് രാവിലെ മുതൽ കരിമീൻ വേണം എന്ന് പറഞ്ഞു. കൊച്ചിനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൊച്ചിൻ്റെ അടുത്ത് പറയണം, മക്കളെ കരിമീൻ കിട്ടിയില്ല, ഇത് തിലോപ്പിയാണെന്ന്. എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ പറ്റിക്കുന്നത്? കൊച്ചിലെ എന്റെ അമ്മ ഇവക്ക് അതിന് ഓരോ നേരം ഓരോ തോന്നല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവന് മാവുക്ക് മാനിന്റെ ഇറച്ചി തിന്നണം, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നണം. അത്രയൊക്കെ ഉള്ളൂ. ഒരു പൂതി അത്രേ ഉള്ളൂ. എന്ന് വെച്ച് പറ്റിക്കരുത്. നിന്നെയൊക്കെ എങ്ങനെയാണോ വളർത്തിയത്? പിന്നെ ഞാൻ എന്നും കരിമീന് വേണ്ടി കരിമീനെന്നല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തന്നെയാ വളർത്തിയത്. അമ്മയ്ക്ക് പോരുമ്പോഴത്തേനും അവിടെ നല്ല കരിമീൻ കിട്ടുമല്ലോ. പറയണ്ടായിരുന്ന ഇവിടെ കരിമീൻ നമുക്ക് വേണോന്നുള്ളത്. ഞാനെന്നാ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്ത് നല്ല എന്റെ പൊന്നുമോള് കഴിക്കുക.